ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ BPCC 101 ദി ഒറിജിൻ ഓഫ് സൈക്കോളജി. അപ്പോൾ സൈക്കോളജി എന്നൊരു ഫീൽഡിനെ പറ്റി അറിയാനായിരിക്കില്ല നമ്മൾ ഇതിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. സൈക്കോളജി ആദ്യം എന്താണെന്നൊന്ന് അറിയണം. ഇതിൽ പിന്നെ വേറെ സൈക്കോളജിയുടെ കോഴ്സുകൾ പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ സൈക്കോളജി ആദ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ശരിക്കും സൈക്കോളജി എന്താണ്? കുറേ ആൾക്കാർ പറയും മനഃശാസ്ത്രമാണെന്ന് പറയും, അതല്ലെങ്കിൽ ഹിപ്നോട്ടിസ് ആണ്, മെൻ്റലിസം ആണ് എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും എന്താണ്? ഒരാളുടെ സ്വഭാവത്തെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഹിപ്നോട്ടിസ് ആണ് അല്ലെങ്കിൽ മെൻ്റലിസം പറ്റും, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതൊന്നും സൈക്കോളജി വെച്ച് പറ്റില്ല. പക്ഷെ നമുക്കൊരു ആളുടെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിലെന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ട് വെച്ചെങ്കിൽ അതിനെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് അയാൾ നല്ല രീതിക്ക് മോഡിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ നമുക്ക് സൈക്കോളജി വെച്ച് പറ്റും. അതുമാത്രമല്ല നമുക്ക് തന്നെ നല്ല രീതിക്ക് നമ്മുടെ ബിഹേവിയർ നന്നാക്കാനും നല്ല രീതിക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും സൈക്കോളജി വെച്ചിട്ട് പറ്റും. ഇതാണ് സൈക്കോളജി. ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതാണ് എന്ത്? സൈക്കോളജി. ഒരു സയൻറ്റിഫിക് ഫീൽഡാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാം. ഇഗ്നോൻ്റെ എക്സാംസ് എഴുതിയത് ആരെങ്കിലും ഇതിലുണ്ടോ? എക്സാം അറ്റൻഡ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ? അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എക്സാമിന്റെ പാറ്റേൺ മനസ്സിലായിണ്ടാവും. അപ്പൊ അതല്ലാതെ ഇതിലാരും അശ്വതി ഉണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ക്ലാസ് എക്സാമിന്റെ? ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിച്ചു തരാം. കാണുന്നില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ? ഉണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ കണ്ടോ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരിക. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമുക്ക്, അല്ല 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻസും 10 മാർക്ക് വീതമായിരിക്കും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ. അപ്പോൾ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എഴുതണം വെച്ചെങ്കിൽ, ആൻസർ ചെയ്യണം വെച്ചെങ്കിൽ എത്ര പേജ് എഴുതണം? ഒരു 5-6 പേജ്. 300 വേർഡ്സ് എന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഓരോ ആൻസറും 300 വേർഡ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഓരോ ആൻസറും 5-6 സൈഡ് എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ ആ രീതിക്കായിരിക്കണം നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കേണ്ടത്. കോർ സബ്ജക്റ്റുകൾ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത്. ഇപ്പോൾ BPCC 101 എന്ന് പറയുന്നത് കോർ സബ്ജക്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. ഓക്കെ, നമുക്ക് പാഠത്തിലോട്ട് പോവാം. കാണുന്നില്ല എപ്പോഴും? ഓക്കെ അല്ലേ? ഓക്കെ മാം, കാണുന്നുണ്ട്. The field of psychology deals with the behavioral aspects of human beings, and that is probably the reason why everyone is interested to know about psychology. Field of psychology എന്നുള്ളതാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയറൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടാണ് അതിൽ പഠിക്കുന്നത്. അതുമാത്രമല്ല എല്ലാവരും ഈ ഒരു സൈക്കോളജി ഫീൽഡ് പഠിക്കാൻ കാരണം ഈ ഒരു കാര്യം കൊണ്ടാണ്. ബിഹേവിയറൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഫീൽഡിൽ പഠിക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ദർ ആർ മെനി മിസ്കൺസെപ്ഷൻസ് അബൌട്ട് സൈക്കോളജി ഓൾസോ. അതുമാത്രമല്ല ഈ ഒരു ഫീൽഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് അല്ലേ? മെൻ്റലിസം പഠിക്കാൻ പറ്റും, ഹിപ്നോട്ടിസം ഉണ്ടായിരിക്കും. ഇതൊക്കെ മിസ്കൺസെപ്ഷൻസ് ആണ്. മെനി പീപ്പിൾ തിങ്ക് ദാറ്റ് സൈക്കോളജി ഡീൽസ് വിത്ത് ഡീലിംഗ് ഓഫ് അബ്നോർമൽ പീപ്പിൾ ഓൺലി. ഒരുപാട് പേര് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എന്താണ്? സൈക്കോളജി അബ്നോർമൽ പീപ്പിൾസിനെ ഡീൽ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. സം അതേഴ്സ് ഫീൽ ദാറ്റ് സൈക്കോളജിസ്റ്റ് ക്യാൻ റീഡ് യുവർ മൈൻഡ് ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് യു ഓർ യുവർ ഫേസ് ഫോട്ടോ.
കുറച്ച് പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് സൈക്കോളജി കൊണ്ട് ഒരാളുടെ മനസ്സിനെ വായിച്ചെടുക്കാനായിട്ട് പറ്റും, നോക്കുമ്പോഴേക്കും ഫേസ് നോക്കി കഴിഞ്ഞാൽ വായിച്ചെടുക്കാനായിട്ട് പറ്റും, അതാണ് സൈക്കോളജി. ഇങ്ങനെയുള്ള മിസ്കൺസെപ്ഷൻസ് ആണ് ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ട് കുറച്ച് ആൾക്കാരുടെ ഇടയിലുള്ളത്. ബൈ സ്റ്റഡിയിങ് സൈക്കോളജി യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് സൈക്കോളജി ഈസ്, വാട്ട് ഇറ്റ് ഈസ് നോട്ട്. ദിസ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസസ് ദ സബ്ജക്ട് ഓഫ് സൈക്കോളജി. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ ആണ്. സൈക്കോളജിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു യൂണിറ്റാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. ഇപ്പം എന്താണ് സൈക്കോളജി എന്നൊരു ജസ്റ്റ് ഒരു ഐഡിയ ഒക്കെ അല്ലേ? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നമുക്ക് പഠിക്കണം. ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി ആദ്യത്തെ ടോപ്പിക്കാണ് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി. Psychology has been defined in a number of ways by various authors. Psychologists have been debating on whether psychology should focus on mind, consciousness or behavior. സൈക്കോളജി എന്താണ്, പലതരത്തിലുള്ള ഡെഫിനിഷൻസ് അതിന് വന്നിട്ടുണ്ട്. മെയിനായിട്ട് എന്താണ് അപ്പോഴും ഒരു ഡിബേറ്റിംഗ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഡ് ഫോക്കസ് ഓൺ മൈൻഡ്, കോൺഷ്യസ്നെസ് ഓർ ബിഹേവിയർ. സൈക്കോളജി ഫോക്കസ് ചെയ്യേണ്ടത് മൈൻഡ്, കോൺഷ്യസ്നെസ്, ബിഹേവിയർ ഇതിലൊക്കെയാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സ്, കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം, ആൻഡ് ഓർ ബിഹേവിയർ സ്വഭാവം. ഇതിലേതൊക്കെയാണ് ഇതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഇനി ഏർലി ഡെഫിനിഷൻസ് നോക്കാം. ഏർലിയർ നമ്മൾ സൈക്കോളജിയുടെ ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. അതിൽ ആദ്യം ഉണ്ടായിരുന്ന ഡെഫിനിഷൻ എങ്ങനെയാണ് സൈക്കോളജിക്ക് ഡെഫിനിഷൻ ഇപ്പോൾ ഉള്ള രീതിയിലേക്ക് എത്തിയത്. അപ്പോൾ ആദ്യം മുതലേ എങ്ങനെയാണ് ഡെഫിനിഷൻ കൊടുത്തത് എന്നാണ് ഇതിൽ പറയുന്നത്. ഏർലി ഡെഫിനിഷൻസ്. ഏർലിയർ സൈക്കോളജി വാസ് പാർട്ട് ഓഫ് ഫിലോസഫി. Ancient philosophers were interested in the study of the soul. മുൻപ് സൈക്കോളജി എന്തിൻ്റെ ഭാഗമായിരുന്നു? ഫിലോസഫിയുടെ ഭാഗമായിരുന്നു. അന്ന് ആൻഷ്യൻ ഫിലോസഫേഴ്സ് ഇതിനെ സ്റ്റഡി ഓഫ് സോൾ എന്ന പേരിലാണ് അതിനെ പഠിച്ചത്. സ്റ്റഡി ഓഫ് സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ്. സൈക്കോളജീനെ ആ ഒരു ബേസിലായിരുന്നു പഠിച്ചിരുന്നത്, സ്റ്റഡി ഓഫ് ദ സോൾ. Thus it was first defined in terms of the science of soul. അതുകൊണ്ട് തന്നെ അതിനെ ആദ്യം എന്താണ് ഡിഫൈൻ ചെയ്തത്? ഇറ്റ് വാസ് ദ സയൻസ് ഓഫ് സോൾ. സോളിനെ കുറിച്ചുള്ള ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് എന്ത്, സൈക്കോളജി എന്ന് ആദ്യം അതിനെ പറഞ്ഞിരുന്നത്. However, since the term soul has very wide and comprehensive meanings, it was considered as a vague term and was criticized severely in the Middle Ages. പക്ഷേ സോൾ എന്നുള്ള ഒരു ആശയം ഇതെന്തായിരുന്നു? ഭയങ്കര വൈഡ് ആൻഡ് കോംപ്രിഹെൻസീവ് മീനിങ് ആയിരുന്നു. ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് എ വാല്യൂ ടേം ആൻഡ് വാസ് ക്രിട്ടിസൈസ്ഡ് സിവിയർലി ഇൻ ദ മിഡിൽ ഏജസ്. മിഡിൽ ഏജസിൽ എത്തിയപ്പോൾ അതിന് ഒരുപാട് ക്രിറ്റിസിസം വന്നു. കാരണം സോൾ എന്ന് പറയുന്നത് എന്താണ്? ആത്മാവാണ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വേർ ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ദ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, വെയിറ്റ് ആൻഡ് വോള്യൂം ഓഫ് ദ സോൾ. അപ്പോൾ ഈ സോളിനെ പറ്റിയിട്ടുള്ള സയൻസ് ആണ് സൈക്കോളജി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോളിൻ്റെ വെയിറ്റ് എന്താണ്, അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്താണ്, അതിൻ്റെ വോള്യൂം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതിനൊന്നും ഉത്തരമില്ല. സോളിന് നമുക്ക് ഇത്തരം ആൻസേഴ്സ് കൊടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അതിനെ ചോദിച്ചപ്പോൾ എന്തായി, ആ ഒരു ഡെഫിനിഷൻ അവിടുന്ന് മാറ്റേണ്ടതായിട്ട് വന്നു. ദണ്ഡപാണി states that people were rather naive to believe in esoteric terms such as soul, mind and consciousness. ദണ്ഡപാണി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൂടുതൽ വിശ്വാസം ഈസോട്ടറിക് ടേംസിലാണ്. അതായത് സോള്, മൈൻഡ്, കോൺഷ്യസ്നെസ് ഈ കാര്യങ്ങളിലാണ് ആൾക്കാർക്ക് കൂടുതൽ വിശ്വാസം. അതുകൊണ്ടാണ് ഈ സയൻസ് ഓഫ് സോൾ എന്നുള്ളൊരു ടേം വന്നത്. അങ്ങനെയാണ് ദണ്ഡപാണി അതിനെ പറഞ്ഞത്. ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി ആസ് ദ സ്റ്റഡി ഓഫ് സോൾ ബിക്കെയിം അൺഅക്സെപ്റ്റബിൾ പ്രൈമർലി ബിക്കോസ് നോ കൺവിൻസിംഗ് പ്രൂഫ് ഓർ എവിഡൻസ് ഓഫ് ദ പ്രിസൈസ് നേച്ചർ ഓഫ് സോൾ വാസ് ഫർണിഷ്ഡ്. ഈ സോൾ എന്നുള്ളത് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി ആസ് ദ സ്റ്റഡി ഓഫ് സോൾ, അത് മുന്നത്തെ ഒരു ഡെഫിനിഷനാണ്. അത് അൺഅക്സെപ്റ്റബിൾ ആയി, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി. കാരണം അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്താണെന്ന് അറിയില്ല, അതിൻ്റെ വെയിറ്റ് എന്താണെന്ന് അറിയില്ല, അതിൻ്റെ വോള്യൂം എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിയാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ എങ്ങനെ പഠിക്കും? അപ്പോൾ അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇതിനൊരു പ്രൂഫ് ഉണ്ടായിരുന്നില്ല. നോ കൺവിൻസിങ് പ്രൂഫ് ഓർ എവിഡൻസ് ഓഫ് ദ പ്രിസൈസ് നേച്ചർ ഓഫ് സോൾ വാസ് ഫർണിഷ്ഡ്. അതിൻ്റെ സോളിൻ്റെ നേച്ചറിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു എവിഡൻസോ ഒന്നും തന്നെ ആർക്കും തരാനായിട്ട് പറ്റിയില്ല. ഇറ്റ് വാസ് ഡിസ്കാർഡഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് മെറ്റാഫിസിക്കൽ നേച്ചർ. ഇറ്റ് വാസ് ഫൗണ്ട് ഇൻഅഡിക്വേറ്റ് ടു സാറ്റിസ്ഫൈ ദ കാനോൺസ് ഓഫ് സയൻസ്. ഇതിനെ ഡിസ്കാർഡ് ചെയ്യപ്പെട്ടു കാരണം അതിൻ്റെ മെറ്റാഫിസിക്കൽ നേച്ചർ. മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൗതികത്തിനും അതീതമായിട്ടുള്ളതാന്ന് പറയും. അതായത് അതിന് എക്സിസ്റ്റൻസ് ഇല്ലല്ലോ, നമുക്കതിനെ കാണാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യപ്പെട്ടു? ഈ ഒരു ഡെഫിനിഷൻ ഡിസ്കാർഡ് ചെയ്യപ്പെട്ടു. ഇത്രയൊക്കെയാണോ? ഓക്കെയാണ്.
നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് ഏർലി ഡെഫിനിഷൻസ് ആണ്. അതായത് മുൻപ് സൈക്കോളജി ഫിലോസഫിയുടെ പാർട്ടായിരുന്നു. അത് ആൻഷ്യൻ ഫിലോസഫേഴ്സ് ഇതിനെ സ്റ്റഡി ഓഫ് സോൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ചോദ്യങ്ങൾ വരികയാണ്. സോൾ എന്നത് എന്താണ്, അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്താണ്, വെയിറ്റ് എന്താണ്, വോള്യൂം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം വന്നു. അപ്പോൾ അതെന്ത് ചെയ്യപ്പെട്ടു, അതിനെ ഡിസ്കാർഡ് ചെയ്യപ്പെട്ടു ബിക്കോസ് ഓഫ് ഇറ്റ്സ് മെറ്റാഫിസിക്കൽ നേച്ചർ. Next, psychology was defined in terms of the science of mind by some ancient Greek philosophers. പിന്നീട് അതിന് വേറൊരു ഡെഫിനിഷൻ വരികയാണ്, the science of mind by some ancient Greek philosophers. ഗ്രീക്ക് ഫിലോസഫേഴ്സ് എന്ത് ചെയ്തു, അതിന് സയൻസ് ഓഫ് മൈൻഡ് ആണെന്ന് പിന്നീട് പറഞ്ഞു. അക്കോർഡിംഗ് ടു ദം സെക്കോളജി വാസ് ഹെൽഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് മെന്റൽ ഫിലോസഫി. അവർ പറഞ്ഞതനുസരിച്ച് സൈക്കോളജി എന്തിൻ്റെ ബ്രാഞ്ച് ആയിരുന്നു, മെന്റൽ ഫിലോസഫിയുടെ ബ്രാഞ്ച് ആയിരുന്നു. സെക്കൻഡ്, സൈക്കോളജി ഫിലോസഫി മെന്റൽ ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ച് ആയിരുന്നു. Since this definition does not include overt behavior of human beings and mind cannot be measured directly, this definition was also dropped by psychologists. അപ്പോൾ ആ ഒരു ഡെഫിനിഷനും പിന്നീട് ഇല്ലാണ്ടാവുകയാണ്. കാരണം എന്തായി, this definition does not include overt behavior of human beings. ഹ്യൂമൻ ബീയിങ്സിൻ്റെ അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഒന്നും കൃത്യമായിട്ടുള്ളൊരു ബിഹേവിയർ ഇതിലില്ല. മൈൻഡിനെ പറ്റി മാത്രമാണ് പറയുന്നത്. മൈൻഡാണെങ്കിലോ നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെഫിനിഷനും പിന്നീട് ഇല്ലാതാക്കപ്പെട്ടു. സയൻസ് ഓഫ് മൈൻഡ് എന്നുള്ളതും കൂടെ ഇല്ലാതാക്കപ്പെട്ടു. ലേറ്റർ സൈക്കോളജി വാസ് ഡിഫൈൻഡ് ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ്. പിന്നീട് വന്ന ഡെഫിനിഷനാണ് എന്ത്, സയൻസ് ഓഫ് കോൺഷ്യസ്നസ്. അപ്പോൾ ആദ്യം പറഞ്ഞത് സയൻസ് ഓഫ് സോള് ആൻഡ് ദെൻ സയൻസ് ഓഫ് മൈൻഡ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് പറഞ്ഞു. ആൻഡ് അതും അൺഅക്സെപ്റ്റബിൾ ആയപ്പോൾ പിന്നെ അത് എന്ത് ചെയ്യുന്നു, ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്നുള്ളൊരു ഡെഫിനിഷൻ വന്നു. According to Bagga and Singh, at one time during the history of psychology, it was felt that the main business of psychology was with the conscious experience. ഇനി ഈ ഒരു ഫിലോസഫിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇറ്റ് വാസ് ഫെൽറ്റ് ദാറ്റ് ദ മെയിൻ ബിസിനസ് ഓഫ് സൈക്കോളജി വാസ് വിത്ത് ദ കോൺഷ്യസ് എക്സ്പീരിയൻസ്. ബഗ ആൻഡ് സിംഗ് അങ്ങനെയാണ് പറഞ്ഞത്. ഒരു കോൺഷ്യസ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് സൈക്കോളജിയിൽ നടത്തുന്നത് എന്ന് ബഗ ആൻഡ് സിംഗ് പറഞ്ഞു. Consciousness makes us conscious or aware of the situation or a thing around us. Consciousness എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ബോധവാന്മാരായിട്ടിരിക്കുക, നമ്മളെ കോൺഷ്യസ് ആക്കുക, അല്ലെങ്കിൽ ചുറ്റും നടക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളതിനെ കുറിച്ച് അവെയർ ആയിരിക്കുക, അതാണ് കോൺഷ്യസ്നസ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ സൈക്കോളജിയുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് കോൺഷ്യസ് എക്സ്പീരിയൻസ് ആണ് എന്നാണ് ബഗ ആൻഡ് സിംഗ് പറഞ്ഞത്. Finally, the modern era has defined psychology as a science of behavior. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് മോഡേൺ യുഗത്തിലേക്ക് പറഞ്ഞപ്പോൾ എന്തായി, സൈക്കോളജി സയൻസ് ഓഫ് ബിഹേവിയർ ആണ്. ഇന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. ബിഹേവിയറിസത്തിൻ്റെ കീഴിലാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നത്. ഇൻ ദ ഏർലി ഡിക്കേഡ്സ് ഓഫ് 20th century, വാട്സൺ, ദ ഫാദർ ഓഫ് ദ സ്കൂൾ ഓഫ് ബിഹേവിയറിസം, ഡിഫൈൻഡ് സൈക്കോളജി ആസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ. ഫാദർ ഓഫ് ദ സ്കൂൾ ഓഫ് ബിഹേവിയറിസം, സ്കൂൾ ഓഫ് ബിഹേവിയറിസത്തിൻ്റെ ഫാദറാണ് വാട്സൺ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സൈക്കോളജി എന്താണ്, ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണ്. ഇന്ന് നമ്മൾ സൈക്കോളജി ഡെഫിനിഷൻ പഠിക്കുന്നത് ആസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണ്. വാട്സൺ held the opinion that there are no essential origin of psychology differences between human and animal behavior and that we can learn much about our own behavior from the study of what animals do. ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ടൊരു ഈ വാട്സൺ ഒരു ഒപ്പീനിയൻ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ആർ നോ എസെൻഷ്യൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ. ഹ്യൂമൻസിൻ്റെയും ആനിമൽസിൻ്റെയും ബിഹേവിയറിൻ്റെ ഇടയിൽ ഡിഫറൻസ് ഒന്നുമില്ല. ആൻഡ് ദാറ്റ് വി ക്യാൻ ലേൺ മച്ച് അബൌട്ട് അവർ ഓൺ ബിഹേവിയർ ഫ്രം ദി സ്റ്റഡി ഓഫ് വാട്ട് ആനിമൽസ് ഡു. ആനിമൽസ് എന്ത് ചെയ്യുന്നതെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിഹേവിയർ പഠിക്കാനായിട്ട് പറ്റും. അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അത് ഓരോ എക്സ്പെരിമെൻറ്റ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു ആനിമൽസിന് വെച്ചിട്ടായിരിക്കും ബിഹേവിയർ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബിഹേവിയറും കൂടെ പഠിക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഏർലി ഡെഫിനിഷൻസിൽ പറഞ്ഞത്. ഒന്നും കൂടി നോക്കാം. ആദ്യം എന്തായിരുന്നു, ഫിലോസഫിയുടെ ഭാഗമായിരുന്നു. അന്ന് പറഞ്ഞത് ദ സയൻസ് ഓഫ് സോൾ ആണ്. പിന്നീട് അത് ഡിസ്കാർഡ് ചെയ്യപ്പെട്ടു. കാരണം അതിൻ്റെ സോൾ എന്ന ടേമിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസോ വെയിറ്റോ വോള്യൂമോ ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റിയില്ല. അന്നത്തെ ആൾക്കാർക്ക് അത് പറയാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അത് ഡിസ്കാർഡ് ചെയ്യപ്പെട്ടു. ആൻഡ് നെക്സ്റ്റ് വന്നത് എന്തായിരുന്നു, സയൻസ് ഓഫ് മൈൻഡ് ആണ്. ആൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫേഴ്സാണ് ആ ഒരു ടേം ഡിഫൈൻ ചെയ്തത്. അവർ പറഞ്ഞതനുസരിച്ച് ആസ് എ ബ്രാഞ്ച് ഓഫ് മെൻ്റൽ ഫിലോസഫി വരുന്നത്. ഇതിനെ
ഒരു ബിഹേവിയർ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയറിനെ കറക്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ മൈൻഡിനെ ഡയറക്റ്റ്ലി മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ കാരണങ്ങൾ കൊണ്ട് ആ ഒരു ഡെഫിനിഷനും പിന്നീട് വേണ്ടാന്ന് വെച്ചു. പിന്നെ അടുത്തതായിട്ട് സൈക്കോളജിക്ക് വന്ന ഒരു ഡെഫിനിഷനായിരുന്നു ദ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്. അതെന്ത് ചെയ്തു, ലാസ്റ്റ് കോൺഷ്യസ് ആണ് എല്ലാവരും സൈക്കോളജിയുടെ മെയിൻ ആയിട്ടുള്ളൊരു ബിസിനസ് എന്ന് പറയുന്നത് കോൺഷ്യസ് എക്സ്പീരിയൻസ് ആണ് എന്ന പേരിലാണ് ഈ ഒരു ഡെഫിനിഷൻ വന്നത്. അതും ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ഇപ്പോഴത്തെ എ സയൻസ് ഓഫ് ബിഹേവിയർ എന്ന ഡെഫിനിഷൻ സൈക്കോളജിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ ആണോ ഇത്രയും? ഓക്കെയാണ്. നെക്സ്റ്റ് അടുത്തത് കറന്റ് ഡെഫിനിഷൻ. Some of the more recent definitions of psychology in chronological order are as follows. നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്, അതിൽ കുറച്ച് നോക്കാം. ടെക്സ്റ്റിൽ ഉള്ള ഡെഫിനിഷൻസ് ആണ് കേട്ടോ. Psychology is the science of human and animal behavior. It includes the application of the science to human problems. സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻസിൻ്റെയും ആനിമൽസിൻ്റെയും ബിഹേവിയറിൻ്റെ ഒരു സയൻസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആപ്ലിക്കേഷൻ, ഒരു ആപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്, അതായത് ഈ സയൻസിനെ ഹ്യൂമൻ പ്രോബ്ലംസിലോട്ട് അപ്ലൈ ചെയ്യാം. അതും കൂടെയാണ് എന്ത് സൈക്കോളജി. മോർഗൻ എട്ടൻ 1986 പറഞ്ഞൊരു ഡെഫിനേഷനാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്സസ്. ഫെൽറ്റ്മാൻ 1996 പറഞ്ഞതാണ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. ബിഹേവിയറിനെയും മെൻ്റൽ പ്രോസസ്സിനെയും കുറിച്ച് പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി. അടുത്തത് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ് ആൻഡ് ഹൗ ദേ ആർ എഫക്റ്റഡ് ബൈ എൻ ഓർഗാനിസം ഫിസിക്കൽ സ്റ്റേറ്റ്, മെൻ്റൽ സ്റ്റേറ്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയറമെൻറ്റ്. ടാവറിസ് ആൻഡ് വെയ്ഡ് പറഞ്ഞതാണ് ബിഹേവിയറിൻ്റെയും മെൻ്റൽ പ്രോസസ്സിൻ്റെയും ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. ആൻഡ് ഹൗ ദേ ആർ എഫക്റ്റഡ് ബൈ എൻ ഓർഗാനിസം ഫിസിക്കൽ സ്റ്റേറ്റ്, ഒരു ഓർഗാനിസത്തിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് കൊണ്ട് അതെങ്ങനെയൊക്കെ എഫക്റ്റ് ആവുന്നുണ്ട്, ഫിസിക്കൽ സ്റ്റേറ്റും മെൻ്റൽ സ്റ്റേറ്റും എക്സ്റ്റേണൽ എൻവയറമെൻറ്റും ഇതൊക്കെ കൊണ്ട് എങ്ങനെ എഫക്റ്റ് ആവുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണെന്ത് സൈക്കോളജി എന്ന് ടാവറിസ് ആൻഡ് വെയ്ഡ് 1997 പറഞ്ഞു. Next, psychology is all about human behavior, about mental processes and about the context in which behavior and mental processes occur. ഡാസ് 1998 പറഞ്ഞതാണ്. സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ടാണ്. ആൻഡ് അബൌട്ട് മെൻ്റൽ പ്രോസസ് ആൻഡ് അബൌട്ട് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ് ഒക്കെ. മെൻ്റൽ പ്രോസസ്സിനെയും ഹ്യൂമൻ ബിഹേവിയറിനും പറ്റിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല ഈ മെൻ്റൽ പ്രോസസ്സും ഹ്യൂമൻ ബിഹേവിയറും നിൽക്കുന്ന കോണ്ടെക്സ്റ്റിനെയും കൂടെ പറ്റിയിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് സൈക്കോളജി. ഡാസ് പറഞ്ഞ ഡെഫിനിഷൻ. അടുത്തത് ലാഹെ ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ് 1998 പറഞ്ഞു. ബാരൻ ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് 1999 പറഞ്ഞു. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മൈൻഡ് എന്ന് നായർ 2003 പറഞ്ഞു. A science in which behavioral and other evidence is used to understand the internal process leading people and members of other species to behave as they do. Ising 2004 പറഞ്ഞ ഡെഫിനിഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് 2007-2008 സിക്കാർലി ആൻഡ് മേയർ ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്, ദ സയൻസ് ദാറ്റ് സ്റ്റഡീസ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ് റാത്തൂസ് 2008 പറഞ്ഞു. 2008 പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് as evident in the above definition, study of behavior, human and animal has been emphasized in all of them. ഈ ഒരു എല്ലാ ഡെഫിനേഷനും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും? സൈക്കോളജി മെയിനായിട്ട് ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നതാണ്, ഹ്യൂമൻസിൻ്റെയും ആനിമൽസിൻ്റെയും. ഈ രണ്ടിൻ്റെയും ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നതാണ് സൈക്കോളജി എന്ന് നമുക്ക് ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇൻ അഡീഷൻ മോസ്റ്റ് ഓതേഴ്സ് ഹാവ് ഓൾസോ ഇൻക്ലൂഡഡ് കോഗ്നിറ്റീവ് ഓർ മെൻ്റൽ പ്രോസസ്സസ് ഇൻ ദയർ ഡെഫിനിഷൻസ് ഓഫ് സൈക്കോളജി. കൂടുതലും എന്തും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഡെഫിനിഷനിലൊക്കെ? കോഗ്നിറ്റീവ് ഓർ മെൻ്റൽ പ്രോസസ്സസ്. കോഗ്നിറ്റീവ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? തിങ്കിങ്, പിന്നെ അതുപോലെ തന്നെ ലേണിങ്, തോട്ട്, തിങ്കിങ് പ്രോസസ്സ്, അതൊക്കെയാണ് കോഗ്നിറ്റീവ് പ്രോസസ്സ്. അതുപോലെ തന്നെ മെൻ്റൽ പ്രോസസ്സസ് ഇൻ ദയർ ഡെഫിനിഷൻസ് ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ ഡെഫിനിഷൻസിൽ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ മെൻ്റൽ പ്രോസസ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസിൽ നമുക്ക് എളുപ്പമുള്ളൊരു 5 എണ്ണെങ്കിലും പഠിച്ചു വയ്ക്കാം. കറണ്ട് ഡെഫിനിഷൻസ് എഴുതുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു 5 എണ്ണം ആ ഡെഫിനിഷൻ കൊണ്ടുവന്നത് ആരാണെന്നും കൂടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്ര ഓക്കെ ആണോ? ഏർലി ഡെഫിനിഷൻസും കറണ്ട് ഡെഫിനിഷൻസും ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ
ബാക്കി നമുക്ക് നാളെ എടുക്കാം. ഈ ഒരു ടൈം തന്നെ ആയിരിക്കും. ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് അയക്കാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പോൾ താങ്ക് യു. നാളത്തെ ക്ലാസ് ഞാൻ ലിങ്ക് അയക്കുക ഇതേ ടൈമിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. Okay, ma'am. Thank you.